ഗുഡ് ഈവനിങ്. നമുക്കിന്നൊരു പഴം വരട്ടിയത് ഉണ്ടാക്കിയാലോ? 2-3 ദിവസമായി പഴം വാങ്ങിച്ചിട്ട് ഒറ്റ ദിവസമേ ബോയിൽ ചെയ്തുള്ളൂ. പക്ഷെ അതത്ര ടേസ്റ്റിലായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ഞാൻ അങ്ങനെ സാധനം ചെയ്യാറുള്ളത്. ഒരു ദിവസം അല്ല 2 ദിവസം പഴം പുഴുങ്ങും, എന്നിട്ട് അടുത്ത ദിവസം 2 ദിവസത്തേക്ക് വെച്ചേക്കും. പിന്നെ അത് വഴറ്റും. കാരണം വേദു പുഴുങ്ങിയതൊന്നും കഴിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ ആക്കി കൊടുത്താൽ കുറച്ചെങ്കിലും കഴിക്കും. അതുകൊണ്ട് അപ്പോ ഞാൻ പഴം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാണാമോ? എന്നിട്ട് നേരത്തെ അത് അരിഞ്ഞു വെച്ചു. പക്ഷെ കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഈ പണി കഴിഞ്ഞിട്ട് പോയി കുളിച്ചാൽ മതിയായിരുന്നു. അപ്പൊ പിന്നെ വീണ്ടും ചൂടെടുക്കണ്ടല്ലോ. അയ്യോ, എന്തൊരു ചൂടല്ലേ. ഞാൻ ഇന്നലെ പോയി കുറച്ച് നൈറ്റിയൊക്കെ വാങ്ങിച്ചു. അപ്പം കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഈ നൈറ്റി ഇട്ട് നിൽക്കുന്നത്. അമ്മയെ കണ്ട വേറെ ആരെയോ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ തൽക്കാലത്തേക്ക് ഈ ചൂട് കുറയുന്നത് വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ നമുക്കിതിനങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം ആവശ്യമില്ലെന്ന് അറിയാലോ. പഴവും നെയ്യും അത് മാത്രം മതി. ഒന്ന് ചൂടായിക്കോട്ടെ. ഇതിൻ്റെ കൂടെ ചായ അങ്ങ് എടുത്താലോ? ചായ എടുക്കല്ലേ ഇതാവുമ്പോഴത്തേക്ക്. ആയി ചൂടായി. ആദ്യം ഞാൻ നന്നായിട്ട് നെയ്യ് ഒഴിക്കുവേ. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് വരുന്നത് ഇഷ്ടമാണ്, ചേട്ടനും ഇഷ്ടം. എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമാണ്, നന്നായിട്ട് പഴുത്തത്. വേദുവിന് ആദ്യം അത് ഇഷ്ടമല്ലായിരുന്നു. ആദ്യം ഇങ്ങനെ നമ്മൾ ഓരോന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഓരോന്ന് ഇങ്ങനെ എടുക്കില്ലേ, ഒരു കുഞ്ഞ് അപ്പം പോലെ, അതായിരുന്നു ഇഷ്ടം. അതൊരു ഒരാഴ്ച സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ല, കുഴഞ്ഞതായി ഇഷ്ടം. വലിയ ഇഷ്ടമൊന്നുമില്ല, ഞാൻ പിന്നെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ഒന്നും ഇഷ്ടമല്ല. എന്തെങ്കിലും ഒരു സാധനം ഒരു 2 ദിവസം സ്കൂളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധനം ഇഷ്ടമല്ല. പിന്നെ നമ്മൾ എന്തുണ്ടാക്കി കൊടുക്കും? അതിലേക്ക് ചെറുതായിട്ട് അരിയാണെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ വേഗം നല്ലതേ. നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും അല്ലേ? അതൊരു പുതിയ പ്രിപ്പറേഷൻ ആയിട്ടൊന്നും പറയല്ല. ഞാനിങ്ങനെ മിക്കവാറും ചെയ്യുന്നൊരു കാര്യം ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നുന്നു. കുറച്ച് മനസ്സിലാക്കാം. ഇതാകുമ്പോഴേ പഴം അല്ലെങ്കിൽ തന്നെ കഴിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ കഴിച്ചു തീർക്കേണ്ടി വരും. ഇതാകുമ്പോൾ ചേട്ടന് ഇഷ്ടം, ചേട്ടൻ കഴിച്ചോളൂ ചായയുടെ കൂടെ. ഏതു കഴിക്കുമെന്ന് എനിക്കെൻ്റെ പ്രതീക്ഷയൊന്നുമില്ല. നന്നായിട്ട് ഇളക്കിയിട്ട് തിരി കാത്ത് മൂടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചായ എടുക്കാമേ. എനിക്കിങ്ങനെ ഭയങ്കര കടുപ്പമുള്ള ചായ ഇഷ്ടമല്ല. ഒരു മീഡിയം റേഞ്ച് ആയിരിക്കും, ഇച്ചിരി പാലൊക്കെ ഉള്ള പോലെ. എന്നാൽ ഭയങ്കര പാലാണെന്നും ഇഷ്ടമല്ല കേട്ടോ. ചൂടൊക്കെ ആറി ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ചൂടോടെ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഓർത്തത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അമ്മേനെ എപ്പോഴും വഴക്ക് പറയും, ഈ നോൺ സ്റ്റിക്കിനകത്തേ
ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. ഞാനങ്ങനെ ന്യായം പറഞ്ഞിട്ട് ഇരിക്കും. ഞാനിതൊന്ന് ഉടച്ചു കൊടുക്കും. കുളിച്ചിട്ടേക്ക് വന്നേ ഉള്ളൂ, എന്നിട്ട് ഇതേ ചൂടെടുക്കണം. ഏകദേശമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ പഴം വരട്ടിയത് റെഡിയായി. അപ്പൊ ചായയുടെ കൂടെ കഴിക്കട്ടെ. ഇതാ വേദു, ഇച്ചിരി പഴം തരട്ടെ? പഴം വരട്ടിയത്. അയ്യടെ കള്ള അമ്മ എങ്ങനെ എപ്പഴാ തരാതിരിക്കുന്നു എന്റെ പൊന്നിന്. ചൂടുണ്ടേ, കൊതി വരുമായിരുന്നു. നല്ല മണം വന്നോ? തരട്ടെ? നല്ലതാണല്ലോ. തിന്നോ, കഴിച്ചോ. ബാ, ഇച്ചിരി ഇച്ചിരി വന്ന് കഴിക്കാവേ. അപ്പത്തേക്ക് തണുത്തോളൂ അല്ലേ? ചായ കുടിക്കട്ടെ. പാകമാണ് പഴം. ചിലപ്പോൾ ഇങ്ങനെ കുറേ ദിവസം പഴുത്ത് കഴിയുമ്പോൾ പിന്നെ ഒരു ചുവയായിരിക്കും.